1894 ജൂൺ 11 ജപ്പാനിലെ ഷിസുവോക്കയിലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് കീച്ചിറോ ടൊയോഡ ജനിക്കുന്നത്. ആ കാലഘട്ടം ജപ്പാനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന്റെ സമയമായിരുന്നു. കീച്ചിറോയുടെ അച്ഛൻ സക്കീച്ചി ടൊയോഡ പാവപ്പെട്ട ഒരു മരപ്പണിക്കാരന്റെ മകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു വിപ്ലവകാരി ഉണ്ടായിരുന്നു. തന്റെ അമ്മ കഷ്ടപ്പെട്ട് തുണി നെയ്യുന്നത് കണ്ടാണ് സക്കീച്ചി വളർന്നത്. അത് എളുപ്പമാക്കാൻ അദ്ദേഹം ലൂം മെഷീനുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. കുഞ്ഞു കീച്ചിറോ തന്റെ അച്ഛന്റെ പരീക്ഷണശാലയിലാണ് സമയം ചെലവഴിച്ചിരുന്നത്. സ്കൂൾ കഴിഞ്ഞു വന്നാൽ നേരെ അച്ഛന്റെ വർക്ക്ഷോപ്പിലേക്ക് ഓടും. അവിടെ ചിതറിക്കിടക്കുന്ന ഇരുമ്പ് കഷ്ണങ്ങളും ഗിയറുകളുമായിരുന്നു അവന്റെ കളിക്കൂട്ടുകാർ. സക്കീച്ചി തന്റെ മകനോട് എപ്പോഴും പറയുമായിരുന്നു, ഒരിക്കലും മറ്റൊരാൾ ചെയ്തത് കണ്ട് അനുകരിക്കരുത്, നിന്റേതായ എന്തെങ്കിലും ലോകത്തിന് നൽകണം. ഈ വാക്കുകൾ കീച്ചിറോയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പഠനത്തിൽ മിടുക്കനായിരുന്ന കീച്ചിറോ ഇംപീരിയൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടി. അച്ഛന്റെ ലൂം ബിസിനസ് വലിയ വിജയമായെങ്കിലും കീച്ചിറോയുടെ കണ്ണുകൾ റോഡുകളിലായിരുന്നു. അക്കാലത്ത് ജപ്പാനിലെ റോഡുകളിൽ ഓടിയിരുന്നത് മുഴുവൻ അമേരിക്കൻ കാറുകളായിരുന്നു. ജപ്പാനിൽ സ്വന്തമായി ഒരു കാർ നിർമ്മാണ കമ്പനി പോലുമില്ലായിരുന്നു. നമുക്ക് സ്വന്തമായി ഒരു കാർ നിർമ്മിക്കണം എന്നതായിരുന്നു കീച്ചിറോയുടെ ബാല്യകാലം മുതലുള്ള വലിയ സ്വപ്നം. 1929 കീച്ചിറോ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും പോയി. അവിടെ വെച്ച് ഫോർഡ് കമ്പനിയുടെ നിർമ്മാണ രീതികൾ അദ്ദേഹം നേരിട്ട് കണ്ടു. തിരിച്ചുവന്ന കീച്ചിറോ അച്ഛനോട് തന്റെ ആഗ്രഹം പറഞ്ഞു. സാക്കിച്ചി മകനെ പൂർണ്ണമായി പിന്തുണച്ചു. തന്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേറ്റന്റ് അവകാശം വിറ്റുകിട്ടിയ 10 ലക്ഷം യെൻ അദ്ദേഹം കീച്ചിറോയ്ക്ക് നൽകി. ഇത് നിന്റെ സ്വപ്നം നിറവേറ്റാനുള്ളതാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ തുക കീച്ചിറോക്ക് നൽകിയത്. 1930 സാക്കിച്ചി അന്തരിച്ചു. അച്ഛന്റെ മരണത്തിന് ശേഷം ആ വലിയ ഉത്തരവാദിത്തം കീച്ചിറോയുടെ തോളിലായി. 1933 ടൊയോട്ട ലൂം വർക്സിനുള്ളിൽ ഒരു ചെറിയ ഓട്ടോമൊബൈൽ സെക്ഷൻ അദ്ദേഹം തുടങ്ങി. മറ്റ് ഡയറക്ടർമാർക്ക് ഇതിലൊട്ടും താൽപ്പര്യമില്ലായിരുന്നു. നെയ്ത്തു യന്ത്രമുണ്ടാക്കുന്നവർ എങ്ങനെ കാർ ഉണ്ടാക്കുമെന്നായിരുന്നു എല്ലാവരുടെയും ചോദ്യം. പക്ഷേ കീച്ചിറോയ്ക്കൊരു മിഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പഴയ ഷെവർലെ എഞ്ചിൻ വാങ്ങി അത് അഴിച്ചുമാറ്റി ഓരോ പാർട്ടും പഠിക്കാൻ തുടങ്ങി. രാത്രിയും പകലും അദ്ദേഹം തന്റെ ടീമിനോടൊപ്പം വർക്ക്ഷോപ്പിൽ കഴിഞ്ഞു. ആദ്യത്തെ 3 വർഷം പരാജയങ്ങളുടെ പരമ്പരയായിരുന്നു. കാസ്റ്റിംഗ് നടത്തുമ്പോൾ സിലിണ്ടർ ബ്ലോക്കുകൾ പൊട്ടിപ്പോകും. പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും അദ്ദേഹം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന എഞ്ചിനാണെങ്കിൽ സ്റ്റാർട്ടാകുന്നില്ല. പക്ഷേ കയ്യിലുള്ള പണമാണേൽ തീർന്നുകൊണ്ടിരുന്നു. പക്ഷേ കീച്ചിറോ തളർന്നില്ല. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ശ്രമിച്ചിട്ട് തോൽക്കുന്നത് പരാജയമല്ല, പരീക്ഷിക്കാതെ ഇരിക്കുന്നതാണ് പരാജയം. ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ 1936 ടൊയോട്ടയുടെ ആദ്യത്തെ പാസഞ്ചർ കാറായ ടൊയോട്ട എ പുറത്തിറങ്ങി. ജപ്പാനിലെ ജനങ്ങൾ അത്ഭുതത്തോടെ ആ കാറിനെ നോക്കി നിന്നു. പക്ഷേ പിന്നീട് വന്നത് 2ാം ലോകമഹായുദ്ധത്തിന്റെ കറുത്ത നാളുകളായിരുന്നു. ജപ്പാൻ സർക്കാർ ടൊയോട്ടയോട് കാർ നിർമ്മാണം നിർത്തി പട്ടാളത്തിനു വേണ്ടിയുള്ള ട്രക്കുകൾ നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. യുദ്ധം ജപ്പാനെ തകർത്തു കളഞ്ഞു. ടൊയോട്ടയുടെ ഫാക്ടറികൾ പലതും ബോംബാക്രമണത്തിൽ നശിച്ചു. യുദ്ധം അവസാനിച്ചപ്പോൾ ജപ്പാനിൽ ഭക്ഷണമോ പണമോ ഉണ്ടായിരുന്നില്ല. ടൊയോട്ട കമ്പനി ബാങ്ക്രപ്റ്റാകാൻ പോകുന്ന അവസ്ഥയിലെത്തി. ബാങ്കുകൾ വായ്പ നൽകാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ കഴിയാതെ വന്നതോടെ 1950 വലിയൊരു സമരം ആരംഭിച്ചു. പക്ഷേ തന്റെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ കീച്ചിറോയ്ക്ക് താൽപ്പര്യമില്ലായിരുന്നു. പക്ഷേ കമ്പനി നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമായിരുന്നു. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായി അദ്ദേഹം എടുത്ത തീരുമാനം ലോകത്തെ ഞെട്ടിച്ചു. കമ്പനിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തന്റെ ചോരയും നീരും നൽകി വളർത്തിയ കമ്പനിയിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങി. രാജിവെച്ചെങ്കിലും കീച്ചിറോ വെറുതെ ഇരുന്നില്ല. അദ്ദേഹം തന്റെ വീട്ടിലിരുന്ന് ടൊയോട്ടയുടെ ഭാവി പദ്ധതികൾ തയ്യാറാക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പുതിയ കാർ ഉണ്ടായിരുന്നു, ജപ്പാന്റെ സ്വന്തം ആഡംബര കാർ. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. 1952 മാർച്ച് 27 തന്റെ 57ാം വയസ്സിൽ സെറിബ്രൽ ഹെമറേജ് മൂലം കീച്ചിറോ അന്തരിച്ചു. ഒരുപക്ഷെ അമിതമായ ജോലിഭാരവും മാനസിക സമ്മർദ്ദവുമാകാം അദ്ദേഹത്തിന്റെ ജീവനെടുത്തത്. തന്റെ സ്വപ്നമായ ടൊയോട്ട ലോകം ഭരിക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കീച്ചിറോയുടെ മരണശേഷം കമ്പനി തകരുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അദ്ദേഹത്തിന്റെ കസിനായ എയ്ജി ടൊയോട്ടയും എഞ്ചിനീയറായ തൈച്ചി ഒഹ്നോയും ചേർന്ന് കമ്പനിയെ നയിച്ചു. കീച്ചിറോ കമ്പനിയെ നയിച്ചിരുന്ന കാലത്തു അദ്ദേഹം തുടർന്നു വന്നിരുന്ന ഒരു പ്രധാന തത്വമുണ്ടായിരുന്നു, ജസ്റ്റ് ഇൻ ടൈം. അതായത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആവശ്യമുള്ള സമയത്ത് നിർമ്മിക്കുക. പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഈ ഐഡിയ ഉപയോഗിച്ച് പിൻഗാമിയായ തൈച്ചി ഒഹ്നോ ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം അഥവാ TPS വികസിപ്പിച്ചു. ഇന്ന് ലോകത്തിലെ എല്ലാ വലിയ കമ്പനികളും അനുകരിക്കുന്ന ലീൻ മാനുഫാക്ചറിംഗ് എന്ന രീതി ടൊയോട്ടയിൽ നിന്നാണ് വന്നത്.
കീച്ചിറോയുടെ ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. 1955-ൽ ടൊയോട്ട ക്രൗൺ എന്ന പുതിയ മോഡൽ പുറത്തിറക്കി. അതോടെ കമ്പനി ലാഭത്തിലായി. പിന്നീട് 1966-ൽ വന്ന കൊറോള ടൊയോട്ടയെ ഒരു ആഗോള ബ്രാൻഡാക്കി മാറ്റി. ഹോണ്ട പോലുള്ള കമ്പനികൾ പിന്നീട് വന്നുവെങ്കിലും ടൊയോട്ടയുടെ റിലയബിലിറ്റി മറികടക്കാൻ ആർക്കും കഴിഞ്ഞില്ല. പഴയ കാലത്ത് ജാപ്പനീസ് ഉൽപ്പന്നങ്ങൾ മോശമാണെന്നായിരുന്നു ലോകത്തിന്റെ ധാരണ. എന്നാൽ ടൊയോട്ട ആ ധാരണ തിരുത്തി. ടൊയോട്ട നെവർ ബ്രേക്സ് എന്നൊരു പേര് അവർ സമ്പാദിച്ചു. 1970-കളിലെ എണ്ണ പ്രതിസന്ധി നേരിട്ടിരുന്ന സമയത്ത് അമേരിക്കൻ കാറുകൾ പരാജയപ്പെട്ടപ്പോൾ മൈലേജ് കൂടിയ ടൊയോട്ട കാറുകൾ അമേരിക്കൻ മാർക്കറ്റ് കീഴടക്കി. ഇന്ന് ടൊയോട്ട എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ കമ്പനിയാണ്. കീച്ചിറോയുടെ മകനായ ഷോയിച്ചിറോ കൊച്ചുമകനായ അഗിയോ ടൊയോട്ടയും ഈ പാരമ്പര്യം കാത്തുസൂക്ഷിച്ചു. ഒരു കൊച്ചു ലൂം വർക്ക്ഷോപ്പിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇന്ന് വർഷം 1 കോടിയിലധികം കാറുകൾ നിർമ്മിക്കുന്ന സാമ്രാജ്യമായി വളർന്നു. കീച്ചിറോയുടെ മരണത്തിന് ശേഷം കമ്പനി ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. 2000-ന് ശേഷം ടൊയോട്ട ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായി മാറി. ഇന്ന് ഹൈബ്രിഡ് കാറുകളുടെ കാര്യത്തിൽ ടൊയോട്ടയാണ് ലോകത്തെ നയിക്കുന്നത്. പ്രിയസ് പോലുള്ള കാറുകൾ പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. ഒരു സാധാരണ കാർ കമ്പനി എന്നതിലുപരി മൊബിലിറ്റി ഫോർ ഓൾ എന്ന കീച്ചിറോയുടെ ദർശനമാണ് ഇന്ന് ടൊയോട്ട പിന്തുടരുന്നത്. കീച്ചിറോ ടൊയോട്ടയുടെ ജീവിതം നൽകുന്ന പാഠം ഇതാണ്: പരാജയങ്ങൾ ഉണ്ടാകാം, പക്ഷെ നിങ്ങളുടെ വിഷൻ വ്യക്തമാണെങ്കിൽ ലോകം മുഴുവൻ നിങ്ങളുടെ പിന്നാലെ വരും. അദ്ദേഹം മരിക്കുമ്പോൾ ടൊയോട്ട ഒരു ചെറിയ കമ്പനിയായിരുന്നു, പക്ഷെ ഇന്നത് ആഗോള ബ്രാൻഡായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ മരപ്പണിക്കാരന്റെ കൊച്ചുമകൻ കണ്ട സ്വപ്നം ഇന്ന് കോടിക്കണക്കിന് ആളുകളുടെ യാത്ര സുരക്ഷിതമാക്കുന്നു. ടൊയോട്ട എന്നാൽ വെറുമൊരു മെഷീനല്ല, അതൊരു മനുഷ്യന്റെ തോൽക്കാൻ തയ്യാറല്ലാത്ത മനസ്സാണ്. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും മറക്കില്ലല്ലോ. മറ്റൊരു കഥയുമായി അടുത്ത ലക്കത്തിൽ കാണാം.